മികച്ച വിദ്യാഭ്യാസവും നല്ല സാമ്പത്തിക ഭദ്രതയും അതേപോലെ തന്നെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള മാതാപിതാക്കളും അതേപോലെ സൗഹൃദങ്ങളുമാണ് നമ്മൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും, വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ നമുക്ക് സാമ്പത്തികം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്, അതല്ലെങ്കിൽ അതേപോലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടി വരും. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പ്രതികൂലമായ സാഹചര്യങ്ങളെ അത് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് പോരടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറിയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓർത്ത് നോക്കുക, അനുകൂലമായ സാഹചര്യത്തിലല്ലേ വിത്തുകൾ പോലും പൊട്ടിമുളയ്ക്കുന്നത്. അപ്പോൾ സാഹചര്യം അനുകൂലമാണെങ്കിൽ ആർക്കും ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. എന്നാൽ അതേ സാഹചര്യം തന്നെ നമ്മളെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ചില വ്യക്തികൾ തകർച്ചയ്ക്ക് കാരണമാകുന്നത് അവരുടെ കൂട്ടുകെട്ടാണെങ്കിലോ, ചീത്ത കൂട്ടുകെട്ടുകൾ, അത് നമ്മളുടെ നാശത്തിന് കാരണമായി തീരും. അത് നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കും. നമ്മളുടെ സമയം, നമ്മളുടെ വിലപിടിപ്പുള്ള സമയം നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഈ കൂട്ടുകെട്ടുകൾ ഒരുപക്ഷെ നമ്മുടെ തകർച്ചയിലേക്ക് അതല്ലെങ്കിൽ അത് ലഹരിയുടെ ലോകത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നയിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ അനുകൂലമാണോ അതോ പ്രതികൂലമാണോ നോക്കുക. ഈ ബന്ധങ്ങൾ നമ്മൾക്ക് അനുകൂലമാണോ അതോ പ്രതികൂലമാണോ, അത് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ സ്പെയർ ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾക്ക് ഈ സാഹചര്യങ്ങൾ നമ്മൾക്ക് അതിജീവിക്കുവാനായിട്ട് നമുക്ക് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യമായിട്ട് വരും. കാര്യം പ്രലോഭനങ്ങളെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉൾക്കരുത്തുണ്ടാകണം. ആ ഉൾക്കരുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാകണം. ഓരോ ദിവസവും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മളൊരു ദൃഢനിശ്ചയമെടുക്കണം. ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും, ഏതൊക്കെ സാഹചര്യം എന്നെ പ്രലോഭിപ്പിച്ചാലും അതിനെയെല്ലാം ഞാൻ അതിജീവിച്ചുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വേണ്ടി, എൻ്റെ സൗഹൃദങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി, എൻ്റെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി, എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ ഞാൻ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ന് ഞാൻ ഏർപ്പെടും എന്ന് നമ്മളൊരു ദൃഢനിശ്ചയം നടത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നേറാൻ സാധിക്കുകയാണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള ഉൾക്കരുത്ത് നമ്മൾക്കുണ്ട്. വേണ്ടുന്നത് ദൃഢനിശ്ചയം മാത്രമാണ്, അതോടൊപ്പം തന്നെ ലക്ഷ്യമാണ്. അതിനുള്ള കഴിവും കരുത്തുമൊക്കെ നിങ്ങൾക്കുണ്ട്. വേണ്ടുന്നത് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാഹചര്യങ്ങളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ മുൻപിൽ ഒരുപക്ഷെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു വൻ മതിൽ പോലെ നിന്നേക്കാം. അവിടെ തളർന്ന് പിന്തിരിയല്ല വേണ്ടുന്നത്, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടുന്നത്. അതെല്ലാം പരാജയപ്പെട്ടവരുടെ ഡിക്ഷണറിയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് വേണ്ടുന്നത് ഈ മതിലുകളെ മറികടക്കാനുള്ള ഒരു മനോഭാവമാണ് വേണ്ടത്. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ചിന്തിച്ചുകൊണ്ട് എനിക്കിത് എങ്ങനെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും വിജയം നമ്മളുടെ കൈപ്പിടിയിലൊന്നും. അതിനുള്ള കരുത്തും കഴിവും എല്ലാം നമ്മൾക്കുണ്ട്. വേണ്ടുന്നത് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രതികൂല സാഹചര്യങ്ങളെ പോലും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മറ്റുള്ളവർ കളിയാക്കുകയല്ല, അവർ അതിശയത്തോടുകൂടി നോക്കും, അവർ ബഹുമാനത്തോടുകൂടി നോക്കും. വേണ്ടുന്നതും ഇത് തന്നെയാണ്.